നമസ്തേ. ഞാൻ ഇന്നലെ ഒരു AI മൂവി കണ്ടു. AI മാൻഡ്രേക്ക്. രാമസിംഹ സാറ് ഉണ്ടാക്കിയ സിനിമയാണ്. സത്യത്തിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമായി. AI കൊണ്ട് ഇങ്ങനെയും സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? ഒന്നുമില്ലായേ, മിക്സിയിൽ അരക്കട്ടെന്ന് ചോദിച്ചതാ. വേണ്ട, മിക്സിയിൽ അരക്കണ്ട, ആട്ടുകല്ലിൽ അരച്ചാ മതി. മിക്സിയിൽ അരച്ചാൽ രുചി ഉണ്ടാവില്ല. അതിന് മിക്സി വേണ്ടേ? മിക്സി കറങ്ങണമെങ്കിൽ കറണ്ട് വേണ്ടേ? ആ മിക്സിയേക്കാൾ സ്പീഡിലായി ഇപ്പം പപ്പന്റെ കറക്കും. സാധാരണഗതിയിൽ 1-2 കഥാപാത്രങ്ങളുള്ള AI വീഡിയോസ് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഒരു സീനിൽ 10-12 പേര് വരുന്നു. അത്ഭുതാട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതും നല്ല റിയലിസ്റ്റിക് ആയിട്ട്. നല്ല ഫാമിലി സബ്ജക്റ്റാ. ഒപ്പം നല്ല കോമഡിയും ഉണ്ട്. ഈ AI ക്യാരക്ടേഴ്സ് കോമഡി എന്ന് കണ്ടിട്ടേ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, സമ്മതിക്കണം കേട്ടോ. അതൊന്നും പറയണ്ട ചേച്ചി, വലിയ ബ്ലോക്കായിരുന്നു. മുടിയായിരുന്നോ? അല്ല ചേച്ചി, ഒരുമാതിരി ബലൂണ് പോലത്തെ സാധനം കുറേ ഉണ്ട്. കണ്ണം പറഞ്ഞ് കോണ്ടാണ്. കല്യാണം കഴിഞ്ഞവർക്ക് അത് മനസ്സിലാവുള്ളൂ പോലും. എന്തോ ഡോട്ടഡ് അങ്ങനെ എന്തോ പറയുന്നുണ്ടോ ചേച്ചി? അതെന്താ ചേച്ചി? അത് പിന്നെ അനിയ ആരോടും പറയരുത് ട്ടോ. അയ്യോ, മോശപ്പെട്ട സാധനമാണോ ചേച്ചി? ഞാൻ ആരോടും പറയൂല. ഞാൻ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. എനിക്ക് ഇന്ന് കുപ്പി വേണം. ഇന്നലെ വാങ്ങിച്ചു വെച്ചൂടായിരുന്നോ? എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല, മെനഞ്ഞാന്ന് കഴിഞ്ഞിട്ട് ഇന്നേ ഉള്ളൂ. എന്താ ഇന്നലെ ജവാൻ കൊണ്ടുപോയി. ബോധരഹിതമായ അവരുടെ ദിവസത്തിന് ഇവിടെ ആര് കണക്ക് പറയും? ഇവിടെ വയറ്റിനകത്ത് കോഴി കൊത്തുകൂടുക, അപ്പോഴവൻ്റെ ഒരു മട്ടൻ ബിരിയാണി. കോഴിക്ക് ഗോതമ്പ് പിണ്ണാക്കിനോടൊപ്പം ബൂസ്റ്റ്, ഓർലിക്സ് ഇവയൊക്കെ മിക്സ് ചെയ്ത് അതിൽ കുറച്ച് മില്ലറ്റ്സും കൂടി ചേർത്ത് കുറച്ച് പാലൊഴിച്ച് ഉരുട്ടി കൊടുക്കണം. എങ്കിൽ ആനമുട്ടയുടെ വലുപ്പത്തിലുള്ള മുട്ട കിട്ടും. പിന്നെ RR ഗംഭീരായിട്ടുണ്ട്. എങ്ങനെ ആ സബ്ജക്റ്റിന്റെ ആ സീനനുസരിച്ച് AI ഇങ്ങനെ RR ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പാട്ടുകൾ ഞെട്ടിച്ച് കളഞ്ഞു. 3 പാട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മെലഡിയാ. നെല്ലു വിളഞ്ഞേ പത്തായം മുത്തം നിറഞ്ഞേ മാടത്തെ തത്തക്കും ഇല്ലത്തെ മുത്തിക്കും ഉള്ളം നിറഞ്ഞു കാവിഞ്ഞേ തത്തയോടൊത്തു കളിച്ചേ മുത്ത് തിത്തയം പാടി തിമിർത്തേ കൊഞ്ചല്ലേ തത്തേ കൊത്തല്ലേ മുത്തേ ചക്കര പായസ
ദിവസം നൽകാം നല്ല കുത്തരിച്ചോറ് വിളമ്പാം കൊഞ്ചല്ലേ തത്തേ കൊത്തല്ലേ മുത്തേ കൊഞ്ചല്ലേ തത്തേ കൊത്തല്ലേ മുത്തേ. പിന്നെ കുട്ടികൾക്ക് എത്താവുന്ന അടിപൊളി പാട്ടുണ്ട്, കാലൻ്റെ പാട്ട്, അതും ഗംഭീര. കരുണയുള്ളൊരു കാല എന്നെ കൈവരിയല്ലേ കാല കാലം തികയാതെ തീർക്കട കാല കാലത്തിനൊപ്പു കളിക്കട കാല. കൊണ്ടുപോവല്ലേ കാല എന്നെ കൊണ്ടുപോവല്ലേ കാല കൊതിയങ്ങു തീർന്നില്ല പലതുണ്ടു ബാക്കിയായി കൊണ്ടുപോവല്ലേ കാല എന്നെ കൊണ്ടുപോവല്ലേ കാല ഉടലല്ലേ വീണുള്ളൂ ഉടയാതെ മോഹങ്ങൾ ഉയരായി മിടിക്കുന്നു കാല പൊറിയാതെ നിൽക്കുന്നു കാല ഉടലല്ലേ വീണുള്ളൂ ഉടയാതെ മോഹങ്ങൾ ഉയരായി മിടിക്കുന്നു കാല പൊറിയാതെ നിൽക്കുന്നു കാല കൊണ്ടുപോവല്ലേ കാല എന്നെ കൊണ്ടുപോവല്ലേ കാല കരുണയുള്ളൊരു കാല എന്നെ കൈവരിയല്ലേ കാല കാലം തികയാതെ തീർക്കട കാല കാലത്തിനൊത്തു കളിക്കട കാല കാല എന്റെ കാല കാല എന്റെ കാല. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ഘടകവും ഇതിലുണ്ട്. 10 അനാഥാലയങ്ങൾക്ക് 1 ലക്ഷം വീതം, അങ്ങനെ 10. സരസന് 10, പിന്നെ പപ്പനും 10, അങ്ങനെ ആകെ മൊത്തം 30. 300 കോടിയിലെ 30 കുറഞ്ഞു ഒന്ന് കൂട്ടിയാ മതി. ആ പപ്പന്റെ കഴിവ് എനിക്കെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ 1000 കോടി സമ്പാദിച്ചേനെ. ആവി പറക്കും പുട്ടൈ എന്താ ഉള്ളത്? ദോശ, മസാല ദോശ, അപ്പം, പൂരി, ഇടിയപ്പം, പത്തിരി, നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, ഷവർമ എന്നിവയൊന്നും ഇവിടെ ഇല്ല. എന്റെ ദൈവമേ, ഇത് 50K. അവന്റെ സമയം തെളിഞ്ഞു വരിക. നിന്റെ സമയോ? പിന്നെ അവന്റെ സമയം നന്നാവുമ്പോ എന്റെ സമയം നന്നാവില്ലേ? എടീ, അവന്റെ സമയം നന്നാവുമ്പോ നമ്മളെ രണ്ടാളെ സമയം മോശമാവും. ഹലോ പപ്പൻ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു മുതലിനെ ഞാൻ ഇങ്ങോട്ട് പൊക്കിയിട്ടുണ്ട്. നീയേ കാത്തിരുന്ന് കണ്ടുപിടിച്ച നിന്റെ കാമുകിയില്ലേ, അവള് തന്നെ അവളിപ്പോ എന്റെ അടുത്തുണ്ട്, സുഖമായിരിക്കുന്നു. നീ ഞങ്ങളുടെ ഒരു മുതലിനെ മുക്കിക്കൊണ്ടുപോയിട്ടില്ലേ, അതിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടു തന്നാലേ ഭദ്രമായിട്ട് നിന്റെ മുതലിനെ നിനക്ക് കൊണ്ടുപോകാം. അകത്ത് 2 പെഗ് ഉണ്ടെങ്കിൽ സഹിക്കാമായിരുന്നു. ഇതെന്തിനാ? ലോഷൻ തീർന്നു രാവിലെ പറഞ്ഞല്ലോ. രാജാ, തൽക്കാലം അത് കലക്കി കുടിച്ചോ, ആക്രാന്തം തീരൂ. ദാ നല്ല ഒന്നാന്തരം കപ്പ ബിരിയാണിയാ, തട്ടിക്കോ. ഞങ്ങൾക്ക് വിശപ്പില്ല, വയറ് നിറഞ്ഞു. ഇന്ന് ഹർത്താലല്ലേ, മറ്റേത് കിട്ടിയില്ല, അടുത്ത ആഴ്ചയാവാം. വിശന്ന് ചത്തവനെ ചോറ് കുഴിച്ചിട്ടിട്ട് എന്താ കാര്യം? 2.25 മണിക്കൂർ അത് നിങ്ങളെ പിടിച്ചിരുത്തുക തന്നെ ചെയ്യും. ഈ മെയ് മാസത്തിൽ റിലീസുള്ളതാണെന്ന് പറഞ്ഞത്. നിങ്ങൾ കുടുംബസമേതം അത് കാണണം. മലയാള സിനിമയുടെ പരവരെ മാറ്റുന്ന ഒരു സിനിമയാണ് AI മാൻട്രിക്.
ഘോഷമോടെ ശോഭയോടെ വാഴാം. രാംസ് എ ഐ വിഷനു വേണ്ടി സുസ്മിത ശരോൻ, ഒരു എ ഐ ആർട്ടിസ്റ്റ്. ഉം